ശശി എന്ന് പേരിടാൻ ഒരു കാരണമുണ്ട്, വെളിപ്പെടുത്തി ശശി തരൂർ. ശിവരാത്രിയും തന്റെ പേരും തമ്മിൽ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തി ശശി തരൂർ MP. മഹാശിവരാത്രി ദിനത്തിലാണ് താൻ ജനിച്ചതെന്നും ശശി എന്നത് ശിവന്റെ തലയിൽ കാണുന്ന ചന്ദ്രക്കലയാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഞാൻ മഹാശിവരാത്രി ദിനത്തിലാണ് ജനിച്ചത്. ശിവന്റെ തലയിലെ ചന്ദ്രക്കലയാണ് ശശി. മലയാള കലണ്ടർ പ്രകാരം എന്റെ ജന്മനക്ഷത്രം ഇന്നാണ്. ഈ ദിവസം എന്റെ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഔദ്യോഗിക ജന്മദിനം മാർച്ച് 9 രേഖകളിലെല്ലാം അതാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ശശി തരൂരുമായുള്ള വിവാദ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരുന്നു. സങ്കുചിത രാഷ്ട്രീയ ചിന്ത തനിക്കില്ലെന്ന് ശശി തരൂർ പറയുന്നു. എതിരാളികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണ നൽകണം. വിദേശകാര്യ നയത്തിലും തന്റെ നിലപാട് കോൺഗ്രസ് പാർട്ടി തേടാറില്ല. തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടില്ലെന്നും അതവർക്ക് തീരുമാനിക്കാമെന്നും ശശി തരൂർ നയം പറയുന്നു. BJPയിലേക്ക് പോകാൻ ആലോചനയില്ലെന്നും തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയല്ലെന്നും തരൂർ വ്യക്തമാക്കി. BJPയിലേക്ക് താൻ പോകില്ല. ഹിമന്ത ബിശ്വ ശർമ്മയടക്കം ആരുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യത എല്ലാ വ്യക്തിക്കും മുന്നിലുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ BJPയും സംസ്ഥാന തലത്തിൽ CPMും കാണിച്ചിട്ടുള്ള മികവ് കോൺഗ്രസിനെ കാണിക്കാനായിട്ടില്ല എന്നും തരൂർ പറയുന്നു. ആരെയും ഭയമില്ല. കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും വികസനമാണ് ഉദ്ദേശം. രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കണമെന്നാണ് പക്ഷം. കോൺഗ്രസിലെ സ്വതന്ത്ര നിലപാടുകാരനാണ് ഞാൻ. എന്തു പറഞ്ഞാലും എതിർക്കാനും വിമർശിക്കാനും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.